പലപ്പോഴും കുട്ടികൾ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ എയിം എന്ത് എന്ന് മനസ്സിലാക്കാതെയാണ് പഠിച്ചു തുടങ്ങാറുള്ളത്. ഇത് പലപ്പോഴും പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ടെക്നിക്കൽ ടേമുകളും ചെറിയ ടോപ്പിക്കുകളും ചാപ്റ്ററിൻ്റെ എയിമുമായിട്ട് കണക്ട് ചെയ്യാതെ വരുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങളായിട്ടാണ് കുട്ടിക്ക് മനസ്സിലാവുക. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുട്ടിക്ക് നഷ്ടമാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ഒരു ചാപ്റ്റർ +1 ടോപ്പിക്കുകളിലുണ്ട്, ചാപ്റ്റേഴ്സിലുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അതിൽ ആ ചാപ്റ്ററിൻ്റെ യഥാർത്ഥ എയിം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ത് എന്ന് മനസ്സിലാക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ളത് ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പയോൺസ്, മീസോൺ എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്തുണ്ട്. അതിനെ സറൗണ്ട് ചെയ്തും കൊണ്ട് ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മൊത്തം സ്ട്രക്ചർ പഠിക്കുകയാണ് എന്നാണ് കുട്ടി വിചാരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ന്യൂക്ലിയസിന് ചുറ്റിലും ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമാണ് ആ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് അതിൽ പഠിക്കുന്നത് എന്ന് മനസ്സിലാവുന്ന കുട്ടി ഇതിലുള്ള ചെറിയ ടെക്നിക്കൽ ടേമുകളും കോൺസെപ്റ്റുകളും ഒക്കെ ഏതുമായിട്ട് കണക്ട് ചെയ്യും? ഈ എയിമുമായിട്ട് കണക്ട് ചെയ്ത് വളരെ കൂളായിട്ട് അത് മനസ്സിലാക്കുന്നതിലേക്ക് എത്തും. ഇതേപോലെ മറ്റൊരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിട്ടാണ് സംസാരിക്കാറുള്ളത്. തെർമോഡൈനാമിസം എന്ന് പറയുമ്പോൾ തെർമൽ എനർജിയുടെ ഡൈനാമിസം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ചാപ്റ്ററിന്റെ യഥാർത്ഥ എയിം എന്ന് പറയുന്നത് ടു പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കൂലേ, വെദർ എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓർ നോട്ട്. ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കൂലേ, നടക്കുകയാണെങ്കിൽ എപ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ തെർമൽ എനർജിയുടെ ഡൈനാമിസം ഒരു ടൂളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിയാക്ഷൻ നടക്കുമോ നടക്കൂലെന്ന് ചെക്ക് ചെയ്യാനുള്ള ടൂളായിട്ട്. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്കൽ ടേമുകളും, ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ, ഇന്റേണൽ എനർജി, സിസ്റ്റം, എൻട്രോപ്പി, എൻതാൽപ്പി, ഇതെല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എല്ലാത്തിനെയും നമ്മൾ അതിൻ്റെ എയിമുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് മാറും.